ഹായ്, നമസ്കാരം. ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക്. എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ഒരു സ്പെഷ്യൽ കണ്ടന്റാണ്. കാരണം ഇന്ന് സമൂഹത്തിൽ ഞാനും നിങ്ങളും എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, അതിൽ ചെറിയൊരു ഭാഗം എല്ലാം പറയാനുള്ള ആളായില്ല ഞാൻ. കാരണം എനിക്ക് ഇത്ര കാലത്തിനുള്ളിലുള്ള പല അനുഭവങ്ങളും വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്, അത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന കൺസെപ്റ്റിലാണ്. എന്തുകൊണ്ട് ഈ ഡയറക്റ്റ് സെല്ലിംഗ്, നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഈ പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. ഞാനത് കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളിത് വായിച്ച് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വേണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി, നമ്മൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരെ കാണാൻ പോകുമ്പോഴും അവരിൽ ഉണ്ടാവുന്ന ഒരു മനോഭാവം, ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് ഞാൻ കേട്ടതാണ്, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് അറിയാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മുൻവിധിയോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റം വേണം. കാരണം നമുക്ക് ഇന്ത്യയിൽ പല തൊഴിലുകളും തേടി അലഞ്ഞു നടക്കുന്ന കുറേ അധികം എഡ്യൂക്കേഷൻ കഴിഞ്ഞു അങ്ങനെ എന്തൊക്കെ എവിടെയൊക്കെ കോളേജുകളിൽ നിന്നും അവർ ഫിനിഷ് ചെയ്ത് ഇറങ്ങുമ്പോൾ എല്ലാ കുട്ടികൾക്കും നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അത് കുറച്ച് പഠിക്കാൻ തയ്യാറാകണം. നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണമെങ്കിൽ ഞങ്ങളുടെ എല്ലാം രക്ഷിതാക്കൾ എന്താണ് നിങ്ങളോടും ഞങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നത്? എടാ പഠിക്കടാ, ജോലി നേടടാ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവടാ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവടാ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവടാ. ഈ രീതിയിലാണ് നമ്മൾ കാലങ്ങളോളം കേൾക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ മൈൻഡിലുള്ളത്. എന്നാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് കേരളത്തിലൊന്നുമല്ല, ഇന്ത്യയിലുടനീളമുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളെയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വയം തൊഴിലായിട്ടുള്ള, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള എന്തെങ്കിലും അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. A²+B² പഠിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുവോ? ഇല്ല. ഒരു ടീച്ചർക്ക് അത് വേണമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ, അതും നമുക്ക് അറിയാം, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒക്കെ അറിയാം. എന്നാലും ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിജയിച്ചുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾ വെറും തൊഴിൽ, അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹാർഡ് വർക്ക് ചെയ്ത് എവിടെയെങ്കിലും അടിമപ്പണി എടുത്ത് കിട്ടുന്നത് മാത്രമാണോ പണം? എന്താ നിങ്ങൾ ഇങ്ങനെയും ചിന്തിക്കാത്തത്? നമുക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ഒരു എന്റർപ്രണർ ആവാം. അതായത് സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരുടെ കീഴിലും വർക്ക് ചെയ്യാതെ ഓൺ ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പണം ഉണ്ടാക്കാൻ പറ്റും. അതിനു വേണ്ടി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഈ ഒരു കൺസെപ്റ്റും ഈ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്. ഇതിനുള്ള ഒരു പ്രതിവിധി, ഇതൊരു ചർച്ച, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വരണം. കാരണം എന്തുകൊണ്ട് നിങ്ങൾ അത് നെഗറ്റീവായി കാണുന്നു, ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ ഒരു കാര്യം കമന്റ് ബോക്സിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും തൊഴിലും 6-7 വർഷം 10-15 ലക്ഷം കൊടുത്ത് പഠിച്ചാൽ മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റൂ. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതൊരു ചോദ്യം ചിഹ്നമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളുണ്ട്, അത് പഠിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കറക്റ്റായ ആൻസർ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്, എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള IT പ്രൊഡക്റ്റും ഞാൻ പലതരത്തിലുള്ള നല്ലൊരു IT പ്രൊഡക്റ്റ്, അതും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആർക്കും ഒന്നിനും സമയമില്ല. ഈ സമയമില്ലാത്തവർക്ക് നല്ലൊരു പണം സമ്പാദിക്കാൻ സ്മാർട്ടായിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല, അല്ല ഒരു എന്റർപ്രണറിലേക്ക് മാറാനുള്ള ഒരു അവസരമാണ് നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഈ പുസ്തകത്തിലൂടെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനുണ്ട്.
ജസ്റ്റ് ആ പുസ്തകമെങ്കിലും നിങ്ങളൊന്ന് വാങ്ങിച്ച് പഠിച്ചു നോക്കൂ. ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറയും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് MLM കമ്പനിയെ ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു ചെറുപ്പക്കാരോടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പിന്നീട് അത് എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതും എല്ലാം കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം എന്ന് ഇപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ബോക്സിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ആയിട്ട് കൊണ്ട് നിങ്ങൾ നല്ല കമൻസുകൾ ഇട്ടു തരിക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ.